അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എഗ്ഗ് മസാല കുറുമയായിട്ട് നമ്മൾ റെഡിയാക്കുന്നത് ചപ്പാത്തിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറായിട്ട്. അപ്പോൾ നമ്മുടെ ചീനിച്ചട്ടി നമ്മുടെ വോക്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഫസ്റ്റ് ഞാൻ കടുക് പൊട്ടിക്കുകയാണ്. കടുക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ചാൽ മതി. പക്ഷെ എനിക്ക് കടുക് കൂടിയിട്ട് പൊട്ടിക്കുന്നത് ഇഷ്ടമാണ്. കടുക് ശരിക്കും പൊട്ടണം കേട്ടോ. കടുക് പൊട്ടുമ്പോഴായിരിക്കും കടുകിൻ്റെ ഉള്ളിലൊരു ഓയിലുണ്ട്, ആ ഓയിൽ പുറത്തേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് കടുക് പൊട്ടണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുക് ഇട്ടിട്ടുണ്ടെങ്കിൽ പൊട്ടില്ല കേട്ടോ. ഞാൻ നീ എപ്പോഴെൻ്റെ അടുത്ത് പറയാറുണ്ട്, അമ്മ ഞാൻ കടുക് ഇടുമ്പോൾ പൊട്ടണില്ല എന്ന്. ചിലവർക്ക് ഇങ്ങനെ കുക്കിങ് ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും, ചില സമയത്ത് എന്താ കടുക് പൊട്ടാത്തതിന്. അത് വെളിച്ചെണ്ണ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കുമ്പോൾ ഇടണം. ഓക്കെ, അപ്പോൾ ഇനി കടുക് പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 5 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. രണ്ടും നല്ല കനം കുറച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അതാട്ടോ ചേർക്കുന്നത്. ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അത് നോക്കിക്കേ, ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് സവോള ചേർക്കാണ്. ഇത് ഞാനുണ്ടല്ലോ 3 വലിയ സവോള നല്ല കനം കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഞാൻ ഇതിനകത്തേക്ക് എടുത്തേക്കുന്നത് നമ്മുടെ മഞ്ഞ കളറ് യെല്ലോ കളറ് സവോളയുണ്ട്. ഇത് സവോള ആയിരുന്നാലും കുഴപ്പമില്ല. അതുകൊണ്ടാട്ടോ സവോളയ്ക്ക് ഇങ്ങനെ കളറ്. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ സവോള വളർന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഫസ്റ്റ് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത്രയ്ക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൊരിയിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. കാരണം മഞ്ഞൾ ശരിക്കാണ്ട് മൊരിഞ്ഞില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മഞ്ഞളുടെ ഒരു കുത്ത് വരും. പിന്നെ അടുത്തത് നമ്മളിതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ആയിരുന്നാലും ഞാനിതാ ഇതിവിടെ നമ്മുടെ മുഴുവനായിട്ടുള്ള മല്ലി വാങ്ങിച്ചിട്ട് പൊടിച്ചതായിട്ടാണ്. ഞാൻ സാധാരണ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്, അത് തീർന്നു. ഇതിൻ്റെ എന്നാലും തുറക്കുമ്പോൾ എന്നാലും നല്ല മണമുണ്ട് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയ മല്ലി നിങ്ങൾ ഉപയോഗിച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ കുമ്പാരം പോലെ എടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ, ഒരു 3/4 ടേബിൾ സ്പൂണും കൂടി. അപ്പോൾ ഒരു 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ നന്നായിട്ട് കുറച്ച് വെച്ചോട്ടെ. ഇനി മല്ലിപ്പൊടിയും നന്നായിട്ട് മൊരിയണം. അത്യാവശ്യം ഓയിൽ ചേർക്കണം. അത് പറഞ്ഞിട്ട് ഒരുപാട് ചേർക്കണ്ട, കാരണം ഈ സവോള നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കണുണ്ടല്ലോ. പിന്നെ നമ്മുടെ ഈ മസാലപ്പൊടികളൊക്കെ നമുക്ക് ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും വേണം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാനിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോട്ടെ. കാരണം നമ്മൾ പലരും എടുക്കണ മുളക് പൊടിയുടെ എരിവിന് കളറിന് വ്യത്യാസം ഉണ്ടാവും. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നോക്കിക്കാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട്. ഇതിന് തീരെ എരിവില്ലായില്ല, കുറച്ച് എരിവുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പച്ചമുളകും കൂടിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എരിവ് കൂടിയെന്ന് പറയരുത്, നിങ്ങൾ എടുക്കണ മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോ. ഇനി മുളക് പൊടിയും അത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞോട്ടെ. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും അത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്തത് ചേർക്കുന്നത് തക്കാളിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ നോക്കിക്കേ, ഒരു വലിയൊരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന നാടൻ ചെറിയ തക്കാളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-2.5 തക്കാളി ചേർക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ തക്കാളി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞ് ഇടാൻ വേണ്ടി വശമില്ലാത്തവരൊക്കെ നേരത്തെ കൂട്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചോട്ടെ. ഞാൻ സാധാരണ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പിന്നെ കയ്യിൽ പിടിച്ചിട്ട് നന്നായിട്ട് സ്പീഡിൽ കട്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സമയത്താണ് കട്ട് ചെയ്യുന്നത്. ഇനി അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വേറെ പാത്രത്തിലൊന്നും ആക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ തന്നെ ഇതിലേക്ക് ഞാനിവിടെ പച്ചമുളകും ചേർക്കുന്നുണ്ട്. അതും നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്തോട്ടെ. 1, 2. ഇത് അത്യാവശ്യം നല്ല എരിവുണ്ട്. ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകാണ് ചേർക്കുന്നത്. ഇത് കൈയൊന്ന് കഴിട്ടെ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ഏകദേശം അളവിൽ ഇപ്പോൾ ചേർക്കാതെ പിന്നെ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാല ആയിരുന്നാലും ഞാനിവിടെ ഫ്രഷായിട്ട് വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും ചിലപ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാവും, ടേസ്റ്റിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. വീട്ടിലേക്ക് പൊടിച്ചിട്ട് എടുക്കുമ്പോൾ അധികമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കുമല്ലോ. അപ്പോൾ
ഫസ്റ്റ് നിങ്ങൾ കുറച്ച് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് ഒരുപാട് മസാലയൊന്നും ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ട് ഒരു മസാലയുടെ ഒരു കുഞ്ഞൊരു ടേസ്റ്റ് വന്നാൽ മതി. നമ്മുടെ മീറ്റൊക്കെ കറി വയ്ക്കുന്ന പോലെ ഒരുപാട് മസാലയൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് തീ നന്നായിട്ട് കുറച്ചിട്ട് നമ്മൾ മൂടി വയ്ക്കാട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാട്ടെ. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് മസാല നോക്കിക്ക്. മസാല ഇതേപോലെ ഇനി ഇരിക്കണം കേട്ടോ. മസാലയ്ക്ക് എന്നാലും നല്ല കട്ടി വേണം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് സബോള ചേർക്കണം. എന്നാൽ മാത്രമേ മസാലയ്ക്ക് നല്ല കട്ടി ഉണ്ടാവുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ എഗ്ഗ് കുറുമ ശരിക്കും അത് കുറുമയായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഒട്ടിങ്ങനെ തിക്നെസ് ഉണ്ടാവില്ല. കണ്ടില്ലേ? ഇനി ഞാനിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാണ്. ഞാൻ ഒരു ഗ്ലാസ്സാണ് ചേർത്തത്. നിങ്ങൾക്ക് കുറുമ എന്തോരം കട്ടിയായിട്ട് എടുക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് എടുക്കുക. ഒരുപാട് തേങ്ങാപ്പാൽ വെച്ചിട്ട് ഭയങ്കര ചാറ് പോലെ എടുക്കണ്ട. കാരണം അത്യാവശ്യം നല്ല കട്ടിയുള്ള പാൽ തന്നെ ചേർക്കുക. അപ്പോൾ ചേർക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കുറേ നേരം ഇട്ടിട്ട് അത് വറ്റിക്കേണ്ടി വരും. അപ്പോൾ നോക്കിക്കേ, നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഗരം മസാല വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കുക. ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. ഞാനിതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്, കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കിയതട്ട. ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാട്ടെ, ഇത് നിങ്ങൾക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. ഇതിങ്ങനെ ഇരിക്കാം, ഇത് ഉണക്കിയത്. അത് പറഞ്ഞിട്ട് ഉലുവ എടുത്തിട്ട് കേട്ടോ. ഇതിന് ടേസ്റ്റിനൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, നല്ലൊരു ഫ്ലേവർ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികളിലൊക്കെ ചേർക്കാം. ഇത് നമ്മുടെ ചിക്കൻ കറിയിൽ, കടലക്കറിയിലൊക്കെ ചേർക്കാം. വെള്ളക്കടലയിൽ ചേർക്കാം, കറുത്ത കടലയിൽ ചേർക്കണ്ട. കറുത്ത കടലയ്ക്ക് നമ്മളൊരു നാടൻ ടേസ്റ്റ് ഉണ്ടോ. കാരണം വെള്ളക്കടലയാകുമ്പോൾ കുറച്ചുകൂടി ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറും കുറച്ചുകൂടി സോഫ്റ്റ് ഉണ്ടോ. അങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സാധനങ്ങളിൽ ഈ പൊട്ടറ്റോ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കവറ് ഞാൻ കാണിക്കാം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ടുവന്ന കേട്ടോ. ഇത് പല ബ്രാൻഡുകളിൽ കിട്ടും, കണ്ടില്ലേ? അത് ചിക്കൻ കറിയിലൊക്കെ ചേർത്ത് നോക്കിക്കോ, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് നോക്കിക്കേ, നല്ല ഒരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയത്. ഇത് ഇതിനകത്ത് മുട്ട ചേർക്കാണ്ട് ഇപ്പോൾ മുട്ട കഴിക്കാത്തവർക്ക് ഇങ്ങനെ മസാല ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാം. ഓക്കെ, അപ്പോൾ ഈ തീ നന്നായിട്ട് കുറച്ചിട്ട് നമുക്കൊരു 7-8 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് പുഴുങ്ങിയേക്കണം മുട്ടയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇടുക. ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ചിലർ മുട്ട കുറച്ച് ഓയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടൊക്കെ ചേർക്കും, പക്ഷേ ഞാനങ്ങനെ ചേർക്കണില്ല, എൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടം പോലെ കട്ട് ചെയ്യാം. ഞാനിത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക, അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മസാല പിടിക്കുള്ളൂ. ഇങ്ങനെ ഇതുണ്ടല്ലോ, കത്തി വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. മീൻ വരയണ പോലെ ഇങ്ങനെ വരയരുതിട്ട്, മുട്ട പൊടിഞ്ഞു പോവും. ഇങ്ങനെ വെച്ചിട്ട് അമർത്തി കൊടുക്കുക. ഇങ്ങനെ അമർത്തി കൊടുക്കുക. അമർത്താണ് ചെയ്യേണ്ടത്, കണ്ട. അതായത് നോക്കിക്കേ, ഇങ്ങനെ ആകുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാല കയറും. ഒരു സൈഡ് കട്ട് ചെയ്താൽ മതി. അപ്പോൾ 2 സൈഡ് കട്ട് ചെയ്താൽ വിട്ടു പോകുമല്ലോ. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല പിടിക്കും. ഇങ്ങനെ ഇട്ടാൽ മതി, നല്ലത്. അപ്പോൾ വരയരുത് കേട്ടോ, കാരണം ഞാൻ ആദ്യമൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ വരയായിരുന്നു. അപ്പോൾ അത് ശരിക്കും ചിലപ്പോൾ അത് പൊടിയും. ഇങ്ങനെ വെച്ചിട്ട് അമർത്തി കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അതൊക്കെ ചെറിയ ചെറിയ കാര്യമാണ്, എന്നാലും ഞാൻ പറഞ്ഞു മാത്രം. ഞാൻ പറഞ്ഞ പോലെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഗരം മസാല അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 7-8 മിനിറ്റിൻ്റെ അടുത്ത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ ഒരു തള വരുന്നുണ്ട്, കണ്ട. ഇതിനകത്ത് ഇപ്പം നമ്മൾ ചേർത്തത് തേങ്ങാപ്പാലാണ് ചേർത്തത്. ഇനിയിപ്പോൾ
നമ്മളിപ്പോൾ നാട്ടിലല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ആയിരുന്നാലും കുറേ പിള്ളേരൊക്കെ പുറത്തൊക്കെ ഉണ്ടല്ലോ, കാനഡയിലും എവിടേക്ക് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. അപ്പോൾ ഈ ചിലർ ഈ തേങ്ങാപ്പാലിന് പകരമായിട്ട് ഈ നമ്മുടെ ടിന്നിൽ കിട്ടുന്ന മറ്റേ തേങ്ങാപ്പാൽ എടുക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ടിന്നിൽ കിട്ടുന്ന തേങ്ങാപ്പാൽ ഒരു സമയത്ത് ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം അതിനകത്ത് നന്നായിട്ട് പ്രിസർവേറ്റീവൊക്കെ ചേർത്തിട്ടാണ് വരുന്നത്. പിന്നെ നമ്മളത് ചേർത്താലും നമുക്ക് സാധാരണ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് കിട്ടാനില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പശുമ്പാലുണ്ടല്ലോ, ആ പാല് ചേർത്താൽ മതി. പാല് ചേർത്താലും നല്ല ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ക്രീം ചേർക്കാം. ക്രീം ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പാല് തന്നെ ചേർത്താൽ മതി. പാലിലേക്ക് ആകുമ്പോൾ പിന്നെ കടയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ അതങ്ങനെ പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചേർത്തിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുക. കഴിയുന്നത് നിങ്ങളൊരു സമയത്തും ഈ ടിന്നിൽ കിട്ടുന്ന തേങ്ങാപ്പാൽ ചേർക്കരുത് കേട്ടോ. പിന്നെ അല്ലാണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ നമ്മുടെ പാൽപ്പൊടി പോലെ ഈ മിൽക്ക് പൗഡർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതെനിക്ക് തോന്നുന്നു അത്രയ്ക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അതിന് പകരമായിട്ട് നിങ്ങൾ പാല് ചേർത്താൽ മതി. നമ്മളിപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കനൊക്കെ നമ്മൾ റെഡിയാക്കുമ്പോൾ എല്ലാവരും നമ്മൾ അതിനകത്ത് ക്രീമല്ലേ, പാലല്ലേ ചേർക്കുന്നത്. ക്രീമും പാലെന്നൊക്കെ പറഞ്ഞാലും പാലിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് ക്രീം. അപ്പോൾ അങ്ങനെ ചേർക്കാം. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ ഈ ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്ക് ഉപയോഗിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഈ തീ ഓഫ് ചെയ്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാനും പറ്റും. ഇനി ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് മല്ലിയില വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയിലയും കൂടിയിട്ട് ചേർക്കുക. ഇനിയിപ്പോൾ നമ്മൾ കസൂരി മേത്തി ചേർത്തല്ലോ, അത് ചേർത്താലും മതി. ഇതാട്ടെ നമ്മുടെ കറി. ഞാനിവിടെ വിൻഡോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ലൈറ്റിങ് അറിയുന്നത്.